ഡ്രൈവറില്ലാ കാറുകൾക്ക് പുറമെ ദുബൈയിൽ പറക്കുന്ന കാറുകളും വരുന്നു. 2030ഓടെയാണ് പറക്കുന്ന കാറുകൾ യാഥാർത്ഥ്യമാകുക. ഇതോടെ തിരക്കേറിയ റോഡിലെ ഗതാഗത കുരുക്കിൽപ്പെട്ട് സമയം കളയേണ്ട ദുരവസ്ഥയുണ്ടാകില്ല. ലോക ഭരണ ഉച്ചകോടിയിലാണ് RTA പറക്കുന്ന കാറുകൾ പ്രദർശിപ്പിച്ചത്. എഹാങ് എന്ന ചൈനീസ് കമ്പനിയാണ് കാറിന്റെ നിർമ്മാതാക്കൾ. ഡ്രൈവറില്ലാതെയാണ് ഈ കാർ പ്രവർത്തിക്കുന്നത്. എന്നാൽ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ട. എന്തെങ്കിലും കാരണത്താൽ യന്ത്രത്തകരാറുണ്ടായാൽ ഉടൻ സുരക്ഷിതമായ സ്ഥലത്ത് കാർ ലാൻഡ് ചെയ്യും. 100% പ്രകൃതി സൌഹാർദ്ദപരമായാണ് കാർ പ്രവർത്തിക്കുന്നത്. വൈദ്യുതി മാത്രമാണ് ഇതിന്റെ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ല എന്നു തന്നെ പറയാം. വളരെ എളുപ്പം പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്നുള്ളതും ഫ്ലൈയിംഗ് കാറിന്റെ പ്രത്യേകതയാണ്. ഒറ്റ ക്ലിക്കിന് ഇത് പ്രവർത്തിപ്പിക്കാനാകും. കാറിന്റെ ദിശ മാറ്റാനും എളുപ്പമാണ്. ടച്ച് സ്ക്രീൻ നാവിഗേഷൻ സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രൈവറില്ലാതെ വാഹനം ഉപയോഗിക്കുന്നതിലൂടെ ഒരു വർഷം 22 മില്യൺ ദിർഹം ലാഭിക്കാനാകും. മാത്രമല്ല കാർബൺ പുറന്തള്ളൽ, അപകടങ്ങൾ എന്നിവയും കുറയ്ക്കാൻ കഴിയും എന്ന് ഉച്ചകോടിയിൽ വിലയിരുത്തപ്പെട്ടു. സ്വയം പ്രവർത്തിക്കുന്ന ഇത്തരം വാഹനങ്ങൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ദുബായിൽ പുറത്തിറക്കുമെന്ന് RTA ചെയർമാൻ മത്താർ അൽ തായർ പറഞ്ഞു. 2030ഓടെ ഡ്രൈവറില്ലാ വാഹനങ്ങളുടെ ഉപയോഗത്തിൽ ദുബായ് ഒന്നാമതെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. NTV, Dubai.